എൻ രക്ഷകമാറക്കല്ലേ, നീലവിളിക്കേ മാറ്റുള്ളോരെ ദർശിക്കുമ്പോൾ എന്നെ തള്ളല്ലേ. യേശു യേശു എൻ ഞരക്കം കേൾ, മാറ്റുള്ളോരെ ക്ഷണിക്കുമ്പോൾ മാറന്നീടല്ലേ. കൃപാസനത്തിങ്കൽ ഞാനും കാണട്ടാശ്വാസം, താപൽ മുമ്പിൽ കുമ്പിടുമ്പോൾ താനിൻ വിശ്വാസം. യേശു യേശു എൻ ഞരക്കം കേൾ, മാറ്റുള്ളോരെ ക്ഷണിക്കുമ്പോൾ മാറന്നീടല്ലേ. നീയൻ സർവസുഖം മൂലം ജീവനേക്കാൾ നീയല്ലാതരെനിക്കുള്ളൂ ഭൂസ്വർഗങ്ങളിൽ. യേശു യേശു എൻ ഞരക്കം കേൾ, മാറ്റുള്ളോരെ ക്ഷണിക്കുമ്പോൾ മാറന്നീടല്ലേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നോമ്പ് കാലഘട്ടത്തിലാകുന്നുവല്ലോ നാം. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും മരണവും ഉയർപ്പും നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. ആദിമസഭയുടെ പഠിപ്പിക്കലുകൾ, പ്രത്യേകിച്ച് അവരുടെ പ്രസംഗങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുയർത്തിക്കാട്ടിയ ഒരു പ്രസംഗ വിഷയമായിരുന്നു, ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിരുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ആ കാലഘട്ടത്തിൽ ക്രൂശിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിന്ദിക്കപ്പെട്ടവരും വളരെ മാറ്റി നിർത്തപ്പെട്ടവരും ആയ ഒരു സമൂഹമെന്ന നിലയിൽ പരിഗണിച്ച ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പോസ്തലന്മാർ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള വലിയ സുവിശേഷം ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചു എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. കാരണം ക്രൂശിലൂടെ നാം അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ സമർപ്പണവും നമ്മുടെ വിളിയുമാണ്. അതിലുപരി നമ്മെ നയിക്കുന്നത് ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയുമാകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നിലനിൽക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ ഉയർപ്പുമാണ്. ഓരോ ദുഃഖവെള്ളിയാഴ്ചയും നമ്മെ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും പുത്രൻ മാനവ ജനതയ്ക്ക് വേണ്ടി മരിക്കുകയും അതിലൂടെ രക്ഷ നമുക്ക് നൽകപ്പെടുകയും നാം ക്രിസ്തുവിനുള്ളവരായി
ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ചെയ്യുന്നു എന്നുള്ള വലിയ സന്ദേശമാണ്. ഈ കാലഘട്ടങ്ങളിൽ നാം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ സഹനമാണ്, അത് സഫറിങ്. വേദപുസ്തകം ഉയർത്തി കാണിക്കുന്നത് യേശു ക്രിസ്തു ഒരു സഫറിങ് സെർവൻ്റായിട്ടാണ്. സഹനം അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുന്ന, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സെർവൻ്റ് എന്ന നിലയിലാണ് വേദപുസ്തകം യേശുവിനെ ഉയർത്തി കാണിക്കുന്നത്. ഇത് തന്നെയായിരുന്നു യഹൂദന്മാർക്ക് യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന നിലയിൽ അംഗീകരിക്കുവാനായിട്ട് പ്രയാസകരമായി തോന്നിയ വസ്തുതയും. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ അധികാരങ്ങളുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ ശക്തനായിട്ടുള്ള ഒരു മശിഹ വരികയും നിലനിൽക്കുന്ന റോമൻ ആധിപത്യത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. യേശു ക്രിസ്തു വന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുകയും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നൽകുകയും എല്ലാവരെയും തുല്യമായി കാണുകയും എല്ലാവരെയും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ശുശ്രൂഷകനായ ഒരു കർത്താവിനെയാണ്. അങ്ങനെയുള്ള ഒരു മശിഹയെ അംഗീകരിക്കുവാൻ യഹൂദന്മാർക്ക് വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് യഹൂദന്മാർ അന്നത്തെ ഭരണാധികാരിയുമായിട്ടുള്ള റോമൻ ഗവൺമെൻറ്റുമായി ഗൂഢാലോചനകൾ നടത്തുവാനായിട്ടിടയായി തീർന്നത്. ആൻഡ് ദേ വർ എക്സ്പെക്ടിങ് എ മസയ വിത്ത്, വി കൻ സേ, വിത്ത് പൊളിറ്റിക്കൽ ക്ലൗട്ട്. രാഷ്ട്രീയമായ നിർണയിക്കപ്പെട്ട അധികാരങ്ങളുള്ള ദാവീദിനെ പോലെ ഒരു മശിഹ, അതായിരുന്നു രാജാവ്, അതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന മശിഹ സങ്കല്പം. അതിനപ്പുറമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം ഉയർത്തി കാണിക്കുന്ന ദാസസങ്കല്പത്തിലുള്ള യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഹനം, സഫറിങ്, നാം ഇന്ന് കാണുന്ന സഫറിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. ഇറ്റ് വാസ് ആക്ച്വലി എ റിഡംപ്റ്റീവ് സഫറിങ്. വീണ്ടെടുപ്പിൻ്റെ ഒരു സഹനമായിരുന്നു. മാനവജനതയെ പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന വളരെ റിഡംപ്റ്റീവായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെ ഒരു സഹനമായി, ശുശ്രൂഷയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുതന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നത് എന്ന് നാം ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റുള്ളവരൊക്കെ ഒരു കുറ്റവാളിയായി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരായി ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു സ്വയം ക്രൂശിലേക്ക് നടന്നെടുക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ മരണത്തിലൂടെ, ഈ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭ്യമാകുവാൻ പോകുന്ന രക്ഷയുടെ നിർണയമായിരുന്നു അത് എന്ന് നാം വേദപുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉയർപ്പും ഈ നോമ്പ് കാലഘട്ടമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, അനുസ്മരിക്കുന്ന, നമ്മെ എപ്പോഴും ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന വലിയൊരു സംഗതി എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ ഈ സഹനത്തിൻ്റെ ഭാഗമായി നിൽപ്പാൻ യേശു ക്രിസ്തു നമ്മയെ ഏവരെയും വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സഫറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സഹനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, it invites all of us to stand in solidarity with those who are suffering in the world. ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനത്തോട് താതാത്മ്യപ്പെടുവാനും അവരുടെ ജീവിതത്തോട് അനുരൂപപ്പെടുവാനും അവർക്കും ദൈവത്തിനു മുമ്പിൽ നിൽപ്പാൻ ഈ സഹനം നമ്മെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. It invites us to stand in between God and the people who experience suffering in this world. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറപ്പാട് പുസ്തകം
അതിൻ്റെ 32-ാമത്തെ അധ്യായത്തിലാണ്. 32-ാമത്തെ അധ്യായം ഇസ്രായേൽ ജനത്തിൻ്റെ വീഴ്ചയെയാണ് കാണിക്കുന്നത്. അവരുടെ പ്രയാണയാത്രയിൽ ദീർഘമായ 400-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ നിന്ന് ജനം കനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിലാണ്. അവർ സിനായി മലയുടെ അടിവാരത്ത് എത്തുമ്പോൾ അവിടെ വെച്ച് ദൈവം കൽപ്പനകളും ചട്ടങ്ങളും അവർക്ക് നൽകുന്നുണ്ട്. അവിടെ വെച്ച് അവർ ജനമായി തീരുന്ന വലിയ ചരിത്ര സംഭവം അവിടെ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. ദൈവം അവരെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്ന വലിയ പ്രക്രിയയിൽ അവർക്ക് വലിയൊരു വീഴ്ച പറ്റുന്നതായിട്ടും നാം അവിടെ വായിച്ച് മനസ്സിലാക്കുന്നു. അത് മറ്റൊന്നുമില്ല, ജനം മോശയെ കാണാതാകുമ്പോൾ, ജനം ദൈവത്തെ മറന്ന് വിഗ്രഹാരാധനയിലേക്ക് വീഴുന്ന ദയനീയമായ കാഴ്ച നാം അവിടെ കാണുന്നു. കർത്താവിനോടുകൂടെ യാത്ര തിരിച്ചവരായിരുന്നു. പാട്ടോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, പ്രതീക്ഷകളോടുകൂടെ ഒരു വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിച്ച ദൈവത്തിൻ്റെ ജനം അവരുടെ യാത്രയുടെ ആദ്യമേ തന്നെ ദൈവത്തെ മറക്കുന്ന വലിയ കാഴ്ച നാം ഈ 32-ാം അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കുകയാണ്. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്നു. ജനം പാപം ചെയ്തു. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ മോശ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് 32-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: പിറ്റേന്നാൾ മോശ, നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്കിടയാകും എന്ന് പറഞ്ഞു. ജനത്തിനു വേണ്ടി മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോവുകയാണ്. അവരുടെ പാപത്തെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് വീണ്ടെടുക്കുന്ന ഒരു മധ്യസ്ഥൻ്റെ ശുശ്രൂഷ മോശയിൽ നാം കണ്ട് മനസ്സിലാക്കുകയാണ്. അവരുടെ സഹനത്തിൽ നിന്നും, അവരുടെ വീഴ്ചയിൽ നിന്നും, അവരുടെ പാപത്തിൽ നിന്നും മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെക്കുറിച്ചും, ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും, മരണത്തെക്കുറിച്ചും, ഉയർപ്പിനെക്കുറിച്ചും നാം ചിന്തിക്കുന്ന ഈ അവസരത്തിൽ അത് നമ്മെ ഓർപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. നമ്മുടെ ഇടയിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ നാം കണ്ടുമുട്ടുന്ന ചുറ്റുപാടുകളിൽ കഷ്ടത അനുഭവിക്കുന്നവരോടും, പാപത്തിൽ വീണ് ജീവിതം വളരെ ക്ലേശപൂർണമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരോടും അനുരൂപപ്പെടുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. So each and every Lent season invites us to stand in between God and people, particularly those who suffer in this world. ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവരോട് ചേർന്ന് നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? യേശു ക്രിസ്തു അതാണ് ചെയ്തത്. ക്രൂശ് നമ്മെ വിളിക്കുന്നത് ഈ ഒരു കഷ്ടതയിൽ ക്രിസ്തുവിനോടുകൂടെ നാം പങ്കാളികളാകുമോ? അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ ഒരു നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിലെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടമായി പരിണമിക്കും എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദാനിയേൽ തൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബാബിലോണിൽ പ്രവാസ കാലഘട്ടത്തിലാണ് ദാനിയേൽ ജീവിക്കുന്നത്. ദാനിയേലിന് മനസ്സിലായി തൻ്റെ ജനം അങ്ങ് കനാൻ ദേശത്ത് കഷ്ടതയിലും പ്രയാസത്തിലുമാണ്. അവരുടെ ആരാധനാലയം നഷ്ടപ്പെടുകയും അവർക്കുണ്ടായിരുന്നതെല്ലാം കൈമോശം വന്നു പോവുകയും ചെയ്തു. നമ്മളിവിടെ വായിക്കുന്നത് ദാനിയേൽ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നത് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എനിക്കും
ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി നിൽപ്പാനുള്ള വലിയൊരു വെല്ലുവിളി എനിക്കും നിങ്ങൾക്കും ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമോ? ദാസൻ്റെ ജീവിത ക്രമങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറയുന്നുണ്ട്, ദൗത്യത്തെക്കുറിച്ച് യെശയ്യാവ് പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. ജീവിതത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട അനേകരുണ്ട്. ജീവിതത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ അനേകരെ നാം കാണുവാനായിട്ട് കഴിയും. അങ്ങോളം ഇങ്ങോളം നാം കണ്ടുമുട്ടുന്ന അനേകര് ജീവിതത്തിൽ യാതൊരർത്ഥവുമില്ലാതെ മുമ്പോട്ട് പോകുന്നവരാണ്. നോമ്പ് കാലഘട്ടം നമ്മെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നാം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ടാണ്. ചോദ്യം ഇതാണ്, ഡു വി ഹാവ് എ ഗോസ്പൽ ടു ടെൽ? നമുക്കവരോട് പറയുവാൻ എന്തെങ്കിലും സുവിശേഷമുണ്ടോ? ഈ ലോകത്ത് ജീവിതത്തിന് ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്തവരായി അനേകർ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്കവരോട് നൽകുവാൻ നമുക്കുള്ള ദൂതെന്താണ്? നമുക്ക് പറയുവാനൊരു സുവിശേഷമുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അത് മറ്റൊന്നുമില്ല. നമുക്കുള്ള സുവിശേഷം ക്രൂശിൻ്റെ സുവിശേഷമാണ്. ദൈവപുത്രനായ ക്രിസ്തു സ്വർലോകത്തിൻ്റെ സകല മഹിമകളും സകല മഹത്വവും വെടിഞ്ഞ് ദാസവേഷമെടുത്ത് മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളോടും മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളോടും മനുഷ്യൻ്റെ പാപ അവസ്ഥയോടും അനുരൂപപ്പെടുകയും അവന് വേണ്ടി ബലിയായി തീരുകയും ചെയ്ത വലിയ ബലിദാനത്തെക്കുറിച്ചും മഹായാഗത്തെക്കുറിച്ചും നാം ചിന്തിക്കുന്ന ഈ നാളുകളിൽ തീർച്ചയായിട്ടും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കും ചെയ്തു തീർക്കുവാൻ ഒരു ശുശ്രൂഷയുണ്ട് എന്നുള്ള വിലയേറിയ സത്യത്തിലാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഈസ്റ്റർ വെറും ഒരു വലിയ സെലിബ്രേഷനായിട്ട് നിലനിൽക്കാതെ ആഘോഷങ്ങൾക്കപ്പുറം ഈസ്റ്റർ ഉയർത്തി കാണിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഈസ്റ്റർ ഉയർത്തി കാണിക്കുന്ന ഒരു ആത്മീക സന്ദേശമുണ്ട്. ഈസ്റ്റർ ഉയർത്തി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിയുമെങ്കിൽ ഈ വർഷത്തെ ഈസ്റ്റർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ സ്നേഹത്തോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയോട് പറയുന്നത്, നിൻ്റെ സഹോദരങ്ങളോട് പോയി പറക. എന്താണ് സഹോദരങ്ങളോട് പറയേണ്ടത്? ഞാൻ അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മൈ ഡെത്ത് വാസ് നോട്ട് an end, but it's the beginning of a new life. എൻ്റെ മരണം ഒരവസാനമായിരുന്നില്ല, അത് വലിയ പ്രതീക്ഷയുടെ വളരെ നിത്യതയുടെ ഒരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നുവെന്ന് നിൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയുക എന്നുള്ളതാണ് ദൗത്യം. നാം അത് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. മരണം ഒരവസാനമല്ലെന്നും അതിനപ്പുറേ ഒരു ജീവിതമുണ്ട് എന്നുമുള്ള ഒരു വലിയ സന്ദേശം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്കത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ എന്ന് ഈ ഈസ്റ്റർ നാം കൊണ്ടാടുമ്പോൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം ദൈവം മുമ്പാകെ നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും ദൈവം മുമ്പാകെ നമ്മെ തന്നെ രൂപാന്തരത്തിനായിട്ട് വിധേയപ്പെടുത്തുകയും ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരെയും രൂപാന്തരത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും നയിക്കുന്ന സുവിശേഷത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കാളികളാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.